BB ഹോട്ടൽ. കുറച്ച് ദിവസമായിട്ട് സ്വൈര്യമായിട്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് വീട് നാളെ മുതൽ ഒരു 5 സ്റ്റാർ ഹോട്ടലായി മാറുകയാണ്. നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ പല VIP-കളും വന്ന് താമസിക്കുന്നതാ. ഷിയാസ് കരീമിനും ശോഭ വിശ്വനാഥിനും BB ഹോട്ടലിലേക്ക് സ്വാഗതം. കോമ്പിനേഷൻ ശരിയല്ലല്ലോ, പാലും ചാളക്കറിയും പോലെ. ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക, അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കേറിക്കോളും. എന്താണ് അതോ ആഗമന ഉദ്ദേശം? ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ടാസ്കുകളിൽ ഒന്നാണ് നാളെ മുതൽ നടക്കുന്നത്. സസ്പെൻസ് ആണോ? കുറച്ച്. ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇതൊരു വീക്ക്ലി ടാസ്ക് ആണ്. ഇതിനുവേണ്ടി പുറത്തുനിന്നും ഗസ്റ്റുകൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. തമ്പുരാന്റെ റെക്കമെൻഡേഷനിൽ വന്ന പാർട്ടിയാണ്, സൂക്ഷിക്കണം. ഇനി മുതൽ 3 ദിവസം ബിഗ് ബോസ് വീട്ടിൽ വലിയ ആഘോഷമാണ്. ഈ സീസൺ കഴിയുമ്പോൾ ആരുടെ ചീട്ടാണ് കീറേണ്ടതെന്ന് തീരുമാനിക്കാൻ തമ്പുരാനയച്ച ചാരനായിരിക്കും ചിലപ്പോൾ ഇവൻ. വന്ന് കയറിയപ്പോൾ മുതൽ ശോഭ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നല്ല ഒന്നാന്തരമായി വീട്ടുകാരെ പരിഹസിക്കുന്നുണ്ട്. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല, മര്യാദക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം. അൺസൈക്കബിൾ. എന്നെ മഷിയത് ഈ മോൾ അല്പം ചവിട്ടും തൊഴിയുള്ള കൂട്ടത്തിലാണ്. അളിയെ സൂക്ഷിക്കണം. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചേ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. സെക്യൂരിറ്റി ഇതിലുണ്ടോ? ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? വളർന്നത് ഇങ്ങനെ ഫുഡ് കഴിച്ച് വളർന്നു. പഠിച്ച സ്കൂളിലും കോളേജിലും പഠിച്ചു. വലിയ തമാശക്കാരനല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പഴക്കം വെച്ച് പൊട്ടിക്കും. മാഡം എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദ്യം. പക്ഷേ ഷിയാസ് കരീമാണല്ലോ അതിന് മറുപടി പറയുന്നത്. പൊട്ടന് ലോക പൊട്ടനാണ്, പൊട്ടന് ലോക പൊട്ടൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ബിഹാഫിലും വെൽക്കം ചെയ്യാണ്. പ്രോപ്പറായിട്ട് ഒന്ന് അഴുക്കൊക്കെ കുളിച്ചിട്ട് വരുമോ? അവള് ചില്ലറക്കാരിയല്ല. വരുന്ന 2-3 ദിവസക്കാലം ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരെയും മുൾമുനയിൽ നിർത്തുന്ന ദിവസങ്ങളായിരിക്കും. ചേട്ടാ എങ്ങനുണ്ട്? ഇന്നത്തേക്ക് ഇത് മതി പാർവതി. നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു.